ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നാപ്ടെക് മലയാളം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ റീൽസ് എന്ന ഫീച്ചറിൽ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്ക് പോയതിനു ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ എന്ന് പറഞ്ഞൊരു ഫീച്ചർ എനേബിൾ ആയിട്ട് വന്നത്. അപ്പോൾ ടിക്ടോക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യണം. അപ്പോൾ റീൽസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാം എന്ന ആപ്ലിക്കേഷനിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത ശേഷം നിങ്ങളുടെ സ്റ്റോറി ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സ്റ്റോറി ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ റീൽസിലൊന്ന് ടച്ച് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് റീൽസ് എന്ന അതിലൂടെ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. മാക്സിമം ഒരു 50 സെക്കൻഡ്സ് വീഡിയോ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനിവിടെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ അപ്ലോഡ് എന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം എടുക്കും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ക്ലിപ്പ് ആഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ശേഷം നിങ്ങൾക്ക് സൈഡിലോട്ടൊരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോറീസിന് താഴെയായിട്ട് ഒരു ബ്ലൂ ലൈൻ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ഫുൾ ആയതിനു ശേഷം നിങ്ങളുടെ വീഡിയോ അപ്ലോഡായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഫിനിഷ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡായി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ എൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് റീൽസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ നമുക്ക് കാണാനായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ റീൽസ് എൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ റീൽസിലൂടെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് റീൽസിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.